അപ്പോൾ ഇത് മുമ്പിട്ട വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ പുട്ടുണ്ടാക്കാൻ പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കടലക്കറിയൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പോൾ പൊടി വാട്ടി വെച്ചിട്ട് അതിൻ്റെ ചൂടെല്ലാം ആറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുട്ടുണ്ടാക്കുന്നവർക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കാരണം ഒരുപാട് നേരിട്ട് അടിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്ന പുട്ടിൻ്റെ പൊടി പോലും ഇങ്ങനെ ഭയങ്കര കുഴഞ്ഞ രീതിക്ക് ഇങ്ങനെ കട്ടയായി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് അല്ലെങ്കിൽ മിക്സിയുടെ ബാക്ക് സ്പീഡിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് അങ്ങനെ വരില്ല. ഞാൻ കുറച്ചും കൂടെ പൊടി ഇട്ടെ എന്ന് വിചാരിച്ച് കുറേ സമയമായിട്ട് കറക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ മൊത്തത്തിൽ കൊള്ളാം. ജസ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊന്നാക്കിയെടുത്താൽ മതി. അങ്ങനെ പുട്ടിൻ്റെ അതെല്ലാം പൊടിയെല്ലാം അടിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പിള്ളേർക്ക് ഉള്ള ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് തിളപ്പിച്ച് ഓർക്കാൻ വെച്ചാൽ അത് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം ഒന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ കടലക്കറിയൊക്കെ റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ കടലക്കറി നമ്മൾ കടല ഉപ്പ് മാത്രമായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സവാള വാട്ടിയിട്ട് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വാട്ടിയെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വാട്ടിയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ബീൻസും ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് നിൽക്കണ്ട്, അല്ലെങ്കിൽ പിന്നെ അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ കൊള്ളാവുമല്ലോ. വേറെ ചോറിന് കൊടുത്തു തുടങ്ങാൻ കറി നമ്മൾ റെഡിയാക്കിയിട്ടില്ലല്ലോ. പിന്നെ മീൻ പൊരിക്കണം, അവൾക്കൊന്ന് പൊതിച്ചോറ് മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ പൊതിച്ചോറിൽ എന്തെങ്കിലുമൊക്കെ വയ്ക്കണമല്ലോ. അത് കാരണം മീനും പൊരിച്ച് ചമ്മന്തി അരയ്ക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അങ്ങനെ പൊടികളൊക്കെ വാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിലേക്ക് കടല ഇട്ട് കൊടുത്തു. അപ്പോൾ കടല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചൂടാറണേക്ക് മുമ്പ് തന്നെ കുറച്ച് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കോരി എടുത്തു കേട്ടോ. കുറച്ച് കടലയും ഗ്രേവിയും കൂടെ കൂടിയിട്ട്, കാരണം അത് നമുക്ക് അരച്ച് കൊണ്ടുവന്ന് ഇതിലേക്ക് ഊറ്റാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഈ തേങ്ങ അരയ്ക്കാതെ കൊഴുപ്പ് കിട്ടുന്ന കടലക്കറിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടിപ്പ് ഇതാണ് കേട്ടോ. നമ്മൾ ആ കടലയും ഗ്രേവിയും കൂടെ ഒന്ന് അരച്ചെടുത്ത് അതിലേക്ക് ഊറ്റും. അപ്പോൾ തേങ്ങ ഇല്ലാതെ തന്നെ തേങ്ങ അരച്ച പോലെ തന്നെയുള്ള നല്ല അടിപൊളി കൊഴുപ്പുള്ള കടലക്കറി നമുക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയോ. പിന്നെ എന്തായാലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ, അതിൽ മറ്റൊന്നുമില്ല. കാരണം എൻ്റെ കാര്യം അങ്ങനെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് വെച്ചു. അപ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ട് ചിരട്ടപ്പുട്ട് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നവരാണ്. കൂടുതലും ചിരട്ടപ്പുട്ടായിരുന്നു ഉണ്ടാക്കേണ്ടത്. ഈ പുട്ടുമ്പത്തിലുള്ള പുട്ടുണ്ടാക്കാൻ തൊട്ട് കുറച്ച് ആളായുള്ളൂ. പിന്നെ ചിരട്ടപ്പുട്ടിന് ആകെ മൊത്തത്തിൽ കംപ്ലൈൻ്റ് ആയിപ്പോയി. അത് ഇങ്ങനെ അടി പൊട്ടിയിട്ട് അതിൻ്റെ ആവി വെളിയിൽ കൂടെ പോവാം. അതുകൊണ്ട് അതും അങ്ങനെ മാറ്റി വെച്ചതാണ്. പക്ഷേ ഇൻഷാ അല്ലാഹ് ഒരെണ്ണം വാങ്ങണം. കാരണം കുറച്ച് കാലം നമുക്ക് ഈ പുട്ട് തിന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്ക് മറ്റേ പുട്ട് തിന്നാൻ തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. പിന്നെ ഈ വീഡിയോയിൽ ഇടയ്ക്ക് പറയാത്തതുകൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ വീഡിയോസിന് വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിലും ലൈക്ക് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യണമെന്ന് എടുത്ത് പറയാത്തതുകൊണ്ടാണോ നിങ്ങൾ ലൈക്ക് ചെയ്യാത്തതെന്ന് എനിക്ക് നല്ല സംശയമാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്ലീസ് കാണുന്നവരൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് കടലക്കറി ചെറുതായിട്ടൊന്ന് താളിക്കണം. അപ്പോൾ നമ്മൾ ആ കടലയും ഗ്രേവിയും കൂടെ ഒന്ന് അരച്ചൂറ്റി കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ താളിക്കണത്. അപ്പം ഞാൻ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു കുറവ് പോലെ തോന്നി. പിന്നെ അതുകൊണ്ട് കുറച്ച് കടുകും പൊട്ടിച്ച് ഉള്ളിയും വാട്ടി കുറച്ച് കാശ്മീരി മുളകും